അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത് ഇവിടാണ് നിങ്ങൾ സർപ്രൈസ് ആകാൻ പോകുന്നത്. യെസ്, ബാഗ് നിറച്ച് എക്യുപ്മെന്റ്സ് ആയിട്ട് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രഹ്മ. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നിട്ട് കിഡിൽ അൺബോക്സിംഗ് ചെയ്യാൻ വന്നിരിക്കുന്നത്. കാരണം ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാഗാണിത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. സോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതാണ്ട് നോക്കിയാൽ കാണാം. അതായത് ഇത് കണ്ടോ, കുറച്ച് റാക്ക് 2-3 ലെൻസൊക്കെ ഇരിപ്പുണ്ട് സംഭവം. ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വലിയ സ്പേഷ്യസ് ഒന്നുമല്ല, ലൈക്ക് എന്താ പറയുക, ഒരു വലിയ ക്വാളിറ്റി ഒന്നുമില്ല. എനിക്കൊരു 1000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ക്യാമറയും കാര്യങ്ങളും വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ സേഫായിട്ട് സാധനം വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കുറേ നാളത്തെ ആഗ്രഹം വരും നല്ലൊരു ബാഗ് വാങ്ങണം എന്നുള്ളത്. ഈ ബാഗിന് നമ്മൾ തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും കുളത്തില്ല, അവിടെ ഇച്ചിരി ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ, ഈ മുട്ടിൻ്റെ ഇത്രയും പോലും ഇല്ല. എന്നിട്ട് നമ്മൾ വേറെ സാധനം ഇറക്കാൻ പോവാം, കാണണ്ടേ? യെസ്. സോ അപ്പം ഇതാണ് നമ്മുടെ പുതിയ ബാഗ്. നമ്മളെല്ലാവരും ബാഗ് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഈ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത് ബാഗിൻ്റെ നിറച്ച് സാധനങ്ങളോടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലോ, അതാണ് ഈ സാധനം. ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല. അപ്പോൾ നമ്മൾ സിയൂണിൻ്റെ ബാഗാണ്. അതായത് ഒന്നുമില്ല, അതായത് ക്രെയിൻ 3 എന്ന് പറഞ്ഞ പുതിയതല്ല ഇത്. ആക്ച്വലി കുറേ നാളെ ഇറങ്ങിയിട്ട് ഇത്. ഈ ബാഗ് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് എവിടെ നിന്ന് വാങ്ങിക്കുക, എങ്ങനെ വാങ്ങിക്കുക ചോദിക്കരുത്, എനിക്കറിയില്ല. ആക്ച്വലി ഇതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഇന്ത്യയിലാണ്, ഞാനിപ്പോൾ ദുബായിലാണ്. സോ അപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നില്ല ഇത് കിട്ടുമെന്ന്, പക്ഷേ എന്താ പറയുക, കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുക. ഞാൻ പേരും കാര്യങ്ങളൊക്കെ ലിങ്ക് എൻ്റെ ഇല്ല. ഇത് തപ്പി നടന്നിട്ട് പോയി കിട്ടിയൊരു സംഭവമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഈ ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞൊന്നും കുളവാക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം. സോ അപ്പം നമുക്ക് നേരെ അൺബോക്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതാണ്ടെ പൊട്ടിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഇത് സീൽ ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ എന്തൊക്കെയുണ്ടെന്ന് കാണാം. ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഇത് കണ്ടോ, ഇത് മോണോപോഡാണ് സംഭവം. ഒരു ബാഗിൻ്റെ കൂടെ വന്നേക്കുന്ന മോണോപോഡ്. തുറന്നോ. ഇത് നാസിയെ പിന്നെ ഒരാളും കൂടെ ഉണ്ട് സഹായിക്കാനായിട്ട്. ഇതാണ് സവാദ് ഹുസൈൻ. സുഖല്ലേ? ഓക്കെ, സംഭവം എങ്ങനെ ഉണ്ടാ? രസമല്ലേ നാസിയെ? നീ ഇന്ന് കുഴയും, കാരണം അത്രയും സാധനം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോണോപോഡ്. കണ്ടോ, ഒരു ബാഗിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണോപോഡാണിത് സംഭവം. എടാ ഇത് തുറക്ക്, ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മോണോപോഡിൻ്റെ ഹൈറ്റ് വരുന്നത്. കണ്ടോ, നിന്നേടാ അങ്ങോട്ട് നിന്നേടാ, ഹൈറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കണ്ടോ, അവൻ്റെ അത്രയും ഉണ്ട് ഹൈറ്റ്. സോ അപ്പം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, എന്ന് വെച്ചാൽ നല്ല ഹെവി ബിൽഡ് ക്വാളിറ്റിയാണ് ഞാൻ സാധനം വരുന്നത്. സോ കിട്ടിലും ബിൽഡ് ക്വാളിറ്റി സാധനം. ഓക്കെ, നമുക്ക് അടുത്ത സാധനത്തിൽ പോവാം. എന്തുവാടാ, എന്തുവാ വെറും 10 പേരെ അടിച്ച? ഒന്നുകൂടെ പറ. സോ അപ്പം അത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സാധനം നല്ലൊരു ബാഗും വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇവിടെ ബാഗ് ഒന്ന് കാണിച്ചോടാ, നല്ല ക്വാളിറ്റി ബാഗാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കാണിച്ചത്. യെസ്, കാണിക്കാണെങ്കിൽ അല്ല എനിക്ക്. ഓക്കെ, അതിൻ്റെ അകത്തൊരു ബുക്കും പേപ്പറും. അയ്യോ, ഇത് പഞ്ഞിമിഠായി. പിന്നെ വേണ്ട ഒരു ആലങ്കിയും ഒരു ബുക്കും പേപ്പറും ഉണ്ട്. ട്രൈപ്പോ മോണോപോഡ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, ഗിംബലിൻ്റെ അകത്ത് കയറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട്. സോ അപ്പം അടുത്തതാണ് നമ്മുടെ ബാഗ്. എങ്ങനെയുണ്ട് നാസിയ ബാഗ്? അയ്യോ, ഇവൻ ആദ്യം തന്നെ പട്ടച്ചാരാച്ച് കൊട്ടാർന്നായിരിക്കുമോ. ഇതാണ് നമ്മുടെ ബാഗ്. അപ്പം ഈ ബാഗിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു റെയിൻ കവറുണ്ട്. ഇത് ഫുൾ കവറായിട്ടാണ് വന്നത്. അപ്പോൾ ഈ റെയിൻ കവറുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ബോക്സ് വെച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യാം, കാണുക. അപ്പോൾ ഇങ്ങനെ തുറക്കുന്നത് ഇവിടെയൊക്കെ നല്ല മെറ്റീരിയൽ കേട്ടോ. അതായത് എനിക്കൊന്നും ഹാർഡ് മെറ്റീരിയലാണ് ഇവിടെ. എന്ത് മെറ്റീരിയൽ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, എല്ലായിടത്തും ഒരു കൂട്ടുണ്ട്. നമുക്ക് ബാഗ് കയറ്റി ഇടാൻ. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതൊക്കെയാണ് സംഭവം. നമ്മൾ സ്റ്റിക്കറൊന്നും അഴിച്ചിട്ടില്ല. സ്റ്റിക്കർ നമുക്ക് പൊട്ടിച്ച് കളയാം. സോ പോടെ, ഇവിടെ ഒരു എന്താ സംഭവം, ഇവിടെ ഒരു റോ ഉണ്ട്. അത് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ മെമ്മറി കാർഡോ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഗിംബലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടി. ഇതാണ് ബാഗ് ഉണ്ടല്ലോ, അവിടെ ഒന്നും തൂക്കിയിട്ടിട്ടില്ല, പക്ഷേ നമുക്ക് തൂക്കിയിടാം. കണ്ടോ, ഇത് കണ്ടോ, ഈ സംഭവമാണ് ഇത്, നമുക്ക് തൂക്കിയിടാൻ വേണ്ടി. സോ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെയാണ് തുറക്കേണ്ടത്. ഈ കുഷൻ നല്ല കുഷനാണ് കേട്ടോ. അതായത് നമുക്ക് വേർപ്പൊന്നും അടിക്കത്തില്ല, എന്താ ഹീറ്റ് റെസിസ്റ്റൻറ്റോ അങ്ങനെ എന്താണ്ടൊക്കെ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വശങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഉറയുണ്ട്, രഹസ്യ ഉറയുണ്ട്. അത് നമുക്ക് ഇവിടെ രഹസ്യ ഉറയുണ്ട്. അത് പൊട്ടിച്ച് വെക്കാൻ പറ്റും കേട്ടോ. എന്താണ്ട് പറയത്തില്ല, അവിടെ അകത്ത് കൈ ഇട്ടുമ്പോൾ അറിയാം, അല്ലാതെ കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. സോ അപ്പം നമ്മളിത് തുറക്കുകയാണ്.
എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെയാണ് നിങ്ങൾ സർപ്രൈസ് ആകാൻ പോകുന്നത്. യെസ്, ടണ്ടടേ. അപ്പോൾ നമുക്ക് കണ്ടേ ഇത്രയും സാധനങ്ങൾ. അതായത് നമ്മൾ ബാഗ് വാങ്ങിക്കുന്ന സമയത്ത് ബാഗിൻ്റെ നിറച്ച് മറ്റേ കടലാസൊക്കെ കുത്തിനിറച്ച് കണ്ടിട്ടുണ്ട്. ബാഗ് നിറച്ച് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ ആണ്ട് ഒരു ഉറയുണ്ട്, ഇവിടെ വലിയൊരു ഉറയുണ്ട്. നമുക്ക് ഗിംബലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഇവിടെ ടാബ്ലറ്റ്, ഫയൽസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെയും വെക്കാം. ഒരു ചെറിയൊരു ഉറയും ഇവിടെ വലിയൊരു ഉറയുണ്ട്, കണ്ടോ, നല്ല വലിയൊരു ഉറയാണ്. ഇവിടെ ഗിംബലൊക്കെ വെക്കാൻ പറ്റുന്ന ഉറയാണ് ഇവിടെ. ഓക്കെ, സോ അടുത്തത് വരുന്നതാണ് ഇത്ര റാക്കാണ്. ഇത് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊക്കെ പറ്റും. സോ അപ്പം ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ചെയ്യുന്നില്ലാണ്ട് 1 ബാഗ് കൂടാതെ, അത് മോണോപോഡുണ്ട്, അത് കൂടാതെ അതിനുശേഷം 2, 3, 4 ഈ സാധനം കണ്ടോ, അത് ഗിംബലിൽ വെക്കുന്നത് പറഞ്ഞുതരാം. ഇത് 5, ഇത് ബാഗിൻ്റെ തൂക്കിയിടുന്ന സാധനമാണ്. മൊബൈൽ ഹോൾഡർ 6, 7, 8, 9 അങ്ങനെ എല്ലാം കൂടെ ഒരു 10ഓളം ഐറ്റംസ് വരുന്ന ഒരു ക്രിയേറ്റീവ് കോംബോ ഐറ്റംസ് ആണ്. ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കുമെന്നോ. സോ അപ്പം നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് നോക്കാം. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ബാഗിൽ എന്തോരം ഉറകളൊക്കെ ഉണ്ടോ നോക്കാം. ഓക്കെ, സോ ബാഗിലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കസ്റ്റം ചെയ്യാൻ ഊരിയൊക്കെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം ഇല്ല, അത് അവിടെ തന്നെ ഒട്ടിച്ച് നോക്കണം. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് നോക്കണം ഇവിടെ. സോ ഇത് നല്ല ക്വാളിറ്റി ആട്ടോ. അത്യാവശ്യം ഇപ്പുറത്തേക്ക് നമ്മൾ സാധനം വെച്ചാൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സാധനങ്ങളൊന്നുമല്ല. ഇതൊക്കെ കണ്ട് ഇത് അഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഇങ്ങോട്ടാക്കാം. ഇത് അപ്പോൾ കണ്ട ബോക്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സാധനങ്ങളിനനുസരിച്ച് കസ്റ്റം ചെയ്തെല്ലാം ഊരിയെടുക്കാം. സോ അപ്പോൾ അതാണ് ഈ അകത്തുള്ളത്. പിന്നെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. ഇവിടെ ആണ്ട് ഒരു നമുക്ക് കാർഡോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ആണ്ട് ഇവിടെ ഒരു ഉറ വരുന്നുണ്ട്, അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഇവിടെ ഒരു ഉറ വരുന്നുണ്ട്. പിന്നെ ആണ്ട് ഇവിടെ ഒരു സാധനം വരുന്നുണ്ട്. അതായത് നമുക്ക് കണ്ടേ എന്തെങ്കിലും ഒട്ടിച്ചൊക്കെ വെക്കണമെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇത്രയാണ് അകത്തുള്ള റാക്ക്. പിന്നെ ഇവിടെ 2 ഹോൾ വരുന്നുണ്ട്. സോറി, ഹോളല്ല, ഇത് വരുന്ന ഗ്യാപ്പ് വരുന്നുണ്ട് സാധനം വെക്കാൻ. ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വെക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന കോളത്തിൽ നമുക്ക് എന്തെങ്കിലും കയറ്റി വെക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാഗിലുള്ളത്. ആ മോണോപോഡിൻ്റെ കൂടെ, അതായത് മോണോപോഡ് ഞാൻ കാണിച്ചില്ല, അതിൻ്റെ കൂടെയുള്ള ഒരു കവറാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കവർ. ഓക്കെ, സംഭവമൊക്കെ കൊള്ളാതെ തൂക്കിയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം. പിടിച്ചോ. നെക്സ്റ്റ് ഐറ്റം, ഇത് നമ്മളുടെ ക്രെയിൻ. അതായത് ഇതെനിക്ക് സ്പോൺസറൊന്നും അല്ല കേട്ടോ. ആദ്യം പറയും ഇത് സ്പോൺസറൊന്നും അല്ല സംഭവം. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു. സോ അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഹോൾഡർ വരുന്നുണ്ട്. ഇത് ഗിംബലിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഹോൾഡറാണ്. സോ അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കാൻ സാധ്യത കുറവാണ്, കാരണം ഞാൻ ഉപയോഗിക്കുന്ന DJയുടെ ഗിംബലാണ്. ചിലപ്പം എനിക്ക് മനസ്സ് മാറിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ഗിംബൽ വാങ്ങിക്കാം. എൻ്റെ പൊന്നു, നല്ല ക്വാളിറ്റി കേട്ടോ. എൻ്റെ ദൈവമേടെ കിടിലൻ ക്വാളിറ്റി, ഒരു രക്ഷയില്ല സാധനം കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല മെറ്റലാണ്. ഡിസൈൻഡ് ബൈ എല്ലാം എഴുതിയിട്ടുണ്ട്. സോ അപ്പം ഇതാണ് നമ്മുടെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൊബൈൽ നമുക്ക് ഗിംബലിൽ അറ്റാച്ച് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സാധനം. നല്ല ബിൽഡ് ക്വാളിറ്റി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റി. പിടിച്ചോ, ക്വിക്ക് റിലീസ് ബേസ് പ്ലേറ്റ്. സോ അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതപ്പം നമ്മൾ എവിടെ അറ്റാച്ച് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവണം, എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് ബുക്കും പേപ്പറുണ്ട്. ബുക്കും പേപ്പറും നോക്കിയിട്ട് അത് തന്നെ നമ്മുടെ ബാഗിൽ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇതുണ്ടോ, നമ്മുടെ ബാഗിൽ നമുക്ക് ബാഗിലാണ്ട് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നതാണ്. നമ്മൾ ഇപ്പം ഷൂട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ബാഗ് തൂക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനും ക്യാമറ കയറ്റി വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബേസ് പ്ലേറ്റ്. അപ്പം അങ്ങനെ ഒരു ബേസ് പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് നമുക്കെല്ലാം ഉപയോഗം വരുന്ന വേറൊരു സാധനമാണ്. അതായത് നമ്മുടെ ബെൽറ്റാണ്. ഇത് നമ്മുടെ ബെൽറ്റാണ് വരുന്നത്. സംഭവം നൈസാണ്, നമുക്ക് തുറന്ന് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതേപോലെ തുറന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതുകൊണ്ട് ഓക്കെ, ഇത് ലാർജാണ്, എനിക്ക് പറ്റുമായിരിക്കും. ഇതെല്ലാം നമ്മൾ വലിച്ചു പറിച്ചിറക്കുക. സോ അപ്പം ഇതാണ് ബെൽറ്റ്. ഒരു ബുക്കും പേപ്പറും ഉണ്ട്, സിലിക്കോൺ ജെല്ലുണ്ട്. ബുക്കും പേപ്പറിൻ്റെ അകത്ത് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. മോണോപോഡ് തൂക്കിയിടാം, നമ്മുടെ ക്യാമറ തൂക്കിയിടാം, അങ്ങനെ സംഭവങ്ങളെല്ലാം തൂക്കിയിടാം. ഇതിൻ്റെ അകത്തെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പം അതിനകത്തൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, അത് പിന്നെ പഠിക്കാം. സോ അപ്പോൾ ആദ്യം നമ്മൾ സാധനം എടുക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ബെൽറ്റ്. ഇത് അരയിൽ കെട്ടിയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ക്യാമറ ഹോൾഡ് ചെയ്തിടാൻ വേണ്ടി ഒരു സാധനമുണ്ട്. വേറൊരു സാധനം കൂടെ വരുന്നുണ്ട്. അതായത് ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം നമുക്ക് അറ്റാച്ച് ചെയ്താൽ, ക്യാമറയായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ക്ലിപ്പിൽ നമുക്ക് കയറ്റിയിടാനും ഊരിയെടുക്കാനും പറ്റുന്നൊരു സംഭവമാണ് ഇത്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ ബെൽറ്റ് ഇതാണ്. ബെൽറ്റ് നല്ല ക്വാളിറ്റി കേട്ടോ. അതിൻ്റെ കൂടെ എന്താണ് ഇത് വരുന്നില്ല. ഓക്കെ, സോറി. ഇത് നമ്മൾ ക്യാമറ തൂക്കിയിടുന്നതിൻ്റെ ഒരു സാധനം എന്താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ക്യാമറ തൂക്കിയിടാൻ വേണ്ടിയുള്ളൊരു സാധനം ഇവിടെ കൊളുത്തിയിട്ടേക്ക്. പിന്നെ എൻ്റെ അകത്ത് വരുന്നത് നോക്ക്, ഇതാണ് സംഭവം.
നമ്മുടെ അരയിൽ കെട്ടി വെക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അരയിൽ കെട്ടുന്ന സാധനം ഇത് തൂക്കിയിടാൻ നമ്മുടെ ബാഗിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടോ, ഇവിടെയുള്ള ഹോള് പോലെ തന്നെ അതാണ്ട് ഇവിടെയും നമുക്ക് ഓരോ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബെൽറ്റ് ഇടുന്ന സമയത്ത് നമുക്കിത് തൂക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ക്യാമറ, നമ്മുടെ മോണോപോഡ്, അതാകുമ്പോൾ നമുക്കിത് ക്യാരി ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ബെൽറ്റ്. അത്യാവശ്യമുള്ള സാധനം. അടുത്ത സാധനം അടുത്തയാണ് ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറയാം, കവർ മാത്രമല്ല, എനിക്കൊന്ന് ബാഗാണെന്ന് തോന്നുന്നു. ചെറിയ ബെൽറ്റാണോ? ബാഗാണ്. അയ്യോ, ഓക്കെ ഇതൊരു ബാഗാണ്. നമുക്ക് മെമ്മറി കാർഡ് ഇടാനും ലെൻസ് ഇടാനും പറ്റുന്നൊരു ബാഗ്. ഇട്ടിട്ട് നമുക്ക് ക്യാമറ ഇവിടെ തൂക്കിയിടാം, അല്ലെങ്കിൽ നമ്മുടെ ബെൽറ്റ് തൂക്കിയിടാൻ പറ്റുന്നൊരു സാധനം ഒന്ന്. പിന്നെ ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചെറുതാണ് ഹോള്, ലെൻസ് ഒന്നും കയറുമെന്ന് അറിയത്തില്ല. എന്താണ്ട് മറ്റേ ഇതൊക്കെ കയറും, മറ്റേ മെമ്മറി കാർഡ് എന്തെങ്കിലും ഇടാം. പിന്നെ ഇതൊരു നല്ല ബാഗാണ്. ഇത് നമുക്ക് സൈഡിൽ നമുക്ക് എന്തെങ്കിലും തൂക്കിയിടാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് വാട്ടർ പ്രൂഫ് അല്ല. ഇവിടെ ഹോളിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാം. സോ അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് അല്ല. പിന്നെ നമുക്കിങ്ങനെ സിബ് തുറക്കാൻ പറ്റുന്നത്. മറ്റേത് രണ്ടും ഇതൊരു പൗച്ച്, പോക്കറ്റ് പോലത്തെ ഒരു പൗച്ച്. ഇത് പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ഇത് വരുന്നത്. അല്ലല്ല, ഇത്രയല്ല, ഇനിയുണ്ട്. ഇനി ഈ ഒരു ബെൽറ്റും കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി വേറൊരു ബെൽറ്റാണ്. ഇതിങ്ങനൊന്നും അല്ലടാ. ഇത് എനിക്കൊന്ന് ഇവിടെ ഇവിടുന്ന് ആയിരിക്കും കേട്ടോ. എനിക്ക് എന്താ അറിയത്തില്ല. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. സംഭവം കാരണം നമുക്കിത് നമ്മുടെ ബെൽറ്റ് ഇതാണ്. അപ്പോൾ ഇതിനി എന്ത് ബെൽറ്റാണ്? ആയിരിക്കും, തോടെ കെട്ടിയിടാനായിരിക്കും. അതെ, അരങ്ങായിരിക്കും. നല്ല കാറ്റ്. സോ അപ്പം ഇങ്ങനൊരു സാധനമുണ്ട്. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്ത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അതുള്ളത്. പിന്നുള്ളത് ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അപ്പോൾ ഇതൊരു ചെറിയൊരു അൺബോക്സിംഗ് ആയിരുന്നു. അത് വലിയ അൺബോക്സിംഗ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. കുറേ നേരം ഷൂട്ട് ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ബാഗ്. ഇനി മുതൽ നമ്മുടെ കൂടെ നമ്മുടെ യാത്രകളിലും നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ്, മെയിൻ പാർട്ടാണ്. കാരണം നമുക്കിതിൻ്റെ അത്യാവശ്യം എല്ലാ സാധനവും വെക്കാൻ പറ്റുന്നതുകൊണ്ടാണ് വാങ്ങിച്ചത്. ബെൽറ്റിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്, ബെൽറ്റ് തൂക്കിയിടാനും ഗിംബൽ തൂക്കിയിടാനും. അതായത് ബെൽറ്റ് നമുക്ക് ഈ സാധനം ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് അങ്ങനെയല്ല കേട്ടോ, സോറി, ഇത് അതിൻ്റെ അല്ല. ഇത് നമ്മുടെ ഗിംബലിൽ മാത്രമേ പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അതേപോലെ അപ്പോൾ ഇതിനകത്ത് രണ്ടായിട്ട് ഇടത്തൊന്നും ഇല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു കുഞ്ഞ് മാനുവൽ വന്നിട്ടുണ്ട്. കുഞ്ഞ് മാനുവൽ കണ്ട എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. കാര്യം ചെയ്യും, ഈ സാധനം നമുക്ക് ഇതിൻ്റെ തന്നെ സെറ്റ് ചെയ്യാം. എടാ ഒരു കാര്യം ചെയ്യും, നീ ക്യാമറ എടുക്കുക. അത് നമുക്ക് സാധനമല്ല, ബാഗിലുള്ള സാധനമെല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഇതൊക്കെ ഞാൻ എൻ്റെ പോലെ എനിക്ക് വയ്യ, ഞാൻ കുഴഞ്ഞടാ. നമുക്ക് തുറക്കാനും അറിയത്തില്ലല്ലേ. അങ്ങോട്ട് വെക്കടേ. ലെൻസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പൊട്ടിക്കരുത്. ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് ലെൻസ്. അപ്പോൾ ചുമ്മാ ഇരിക്കാതെ ഒന്ന് അടച്ചു പറക്കി വെക്കടേ. ലെൻസ് ക്യാപ്പ് എടാ കൊച്ചിറക്ക ആടി. അല്ല കട്ടിയല്ലേ, കട്ടിയല്ല, അതൊക്കെ പറയട്ടെ. അല്ലാതെ പൊട്ടത്തില്ല. ഇതാണ് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംഭവമാണ്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല ഈ സംഭവം എന്താണുള്ളത്. അപ്പം വേർത്ത് ഭയങ്കര ചൂട്. ഇത് ഇങ്ങനെ കണ്ട് മറ്റേ അതിൻ്റെ അകത്ത് കയറ്റി വെക്കുന്നതാണ്. അതിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ, ആ സിൽക്കോൺ ജെല്ല പോയത്. ഇത് എനിക്ക് കറക്റ്റ് ഉപയോഗിക്കുന്ന അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച സാധനമൊന്നും അല്ല ഇത്. ഇനി കിട്ടി ഇങ്ങനെ തന്നെ സംഭവം. ഇത് നമ്മൾ ഗിംബലിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റുന്നത്. അത് തന്നെ കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ. സംഭവമൊന്നുമില്ല അവിടെ ഇങ്ങനെ. എന്താ കയറുന്നില്ലേ? ഊരി വന്നായിരുന്നല്ലേ എളുപ്പത്തിൽ സംഭവം. പെട്ടേ വരുന്നില്ലടാ, ഞാൻ കേൾക്കുന്നു. ശരി എടാ, മറ്റേത് കളയി പോടാ. ഇവിടെ ഇത് രണ്ടെണ്ണം ഊരി വന്നടാ. അല്ല, അത് നമുക്ക് ക്ലോസ് ആക്കാം. പക്ഷെ സാധനമൊന്നും അല്ല കേട്ടോ. ഇത് എനിക്കൊരു മിനിറ്റ് നോക്കട്ടെ. ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ടുമല്ലോ. യെസ് യുറീക്ക, അത് തന്നെ കേട്ടോ. ഞെക്കി പിടിച്ചോണ്ട് കയറ്റിയിടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗിംബലിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് മറ്റേ എന്താ പറയുക, എന്തെങ്കിലും ഊരി എടുക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തോ സംഭവമാണിത്. അപ്പോൾ ഇതിങ്ങനെ ഞെക്കി പിടിച്ചോണ്ട് ഇപ്പം ശരിയാവുള്ളൂ.
അല്ല എന്തോ സംഭവം ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് സാധനം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗം വരുമായിരിക്കും. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഹെവി വെയിറ്റ്. ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ്. ഓക്കെ, സോ ബൈ ദ ബൈ, ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇനി ഒരൊറ്റ സാധനം കൂടെ ഉള്ളൂ, അതായത് പിരിട്ടായി തുടങ്ങി പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അതായത് ഇനിയുള്ളത് ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, കാരണം ഇത് ഫോക്കസ് പുള്ളറാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഗിംബലിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഫോക്കസ് പുള്ളർ. അതായത് നമ്മൾ ഗിംബലിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് ഇതെനിക്ക് ഉപയോഗം വരുന്നില്ല ഈ സാധനം. ഇത് ഞാൻ പൊട്ടിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിയൂണിൻ്റെ അല്ല ഗിംബൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ സിയൂണിൻ്റെ ബ്രാൻഡാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, കാരണം എനിക്കൊരു ഗിംബൽ വാങ്ങിക്കണം. സോ അപ്പോൾ ഞാൻ DJI വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഞാനത് മാറ്റി ഈ പറഞ്ഞ രീതിയിൽ ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ ഇത് ചുമ്മാ പൊട്ടിച്ച് വെച്ച് ചീത്തയായി കളയണ്ട, ഇതിങ്ങനെ തന്നെ ഇതിൻ്റെ തിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത് ഏകദേശം 1500 ദിറംസിനാണ്. ലൈക്ക് ഏകദേശം നാട്ടിലൊരു 30-40 രൂപയ്ക്ക് അടുപ്പിച്ചങ്ങാണ്ട് വില വരും. സോ അപ്പം സ്റ്റേ ട്യൂൺ ആൻഡ് കീപ് വാച്ചിങ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് പാക്കലാം.